ഹേയ് വെൽക്കം ബാക്ക് ടു നസീസ് ടേസ്റ്റി മീൽസ്. ഇന്ന് നമുക്ക് കൂടുതൽ ചേരുവകളൊന്നും യൂസ് ആക്കാതെ അധികം ഓയിലൊന്നും കുടിക്കാത്ത പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ജ്യൂസിയുമായിട്ടുള്ള തനി നാടൻ ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി നോക്കാം. ഒരു തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ആണ് ഇത് ഞാൻ സാധാരണ ഉണ്ടാക്കുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാനിവിടെ 1 കിലോ ചിക്കനിലോട്ടുള്ള മാരിനേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മസാല എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി, കാശ്മീരി ചില്ലിയും അതുപോലെ സാദാ മുളകും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചിട്ടുള്ള പൊടിയാണ്. അതുകൊണ്ട് നല്ലൊരു കളറും നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് കിട്ടും. ഇനി നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലോറും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലോട്ട് ഒരു 5-8 അല്ലി വെളുത്തുള്ളിയും അതുപോലെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഫെനൽ സീഡ്സ്, അതായത് വലിയ ജീരകം. അതും കൂടെ ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് ക്രഷ് ചെയ്യേണ്ട ആവശ്യവുമില്ല. പൊടിയാക്കിയാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറും. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഒരു മസാല മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ്. അപ്പോൾ ഞാൻ 1/2 ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ എരിവിനനുസരിച്ച് വേണം ഇത് ചേർത്ത് കൊടുക്കാനായിട്ട്. ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂണോളം വിനെഗർ, അതായത് സുർക്ക, അതും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ഒരു കറക്റ്റ് പാകത്തിന് തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 2-3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂണ് വെള്ളം കൂടെ ഒഴിച്ച് നല്ല തിക്കായിട്ടുള്ള പേസ്റ്റായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതാ ഞാൻ നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ ഇതാ ചിക്കൻ ഞാൻ നല്ലപോലെ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഡ്രെയിൻ ആയതിനു ശേഷം മാത്രം നമുക്ക് ഇത് മസാലയിലോട്ട് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പം എല്ലോട് കൂടിയുള്ള ചിക്കനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ബോൺലെസ് ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുക. ഒരു അരമണിക്കൂറെങ്കിലും മിനിമം ഇത് മാറ്റി വെക്കുക. ഇല്ലെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ മാറ്റി വെക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ മസാല ഒക്കെ നല്ലപോലെ പിടിച്ച് കിട്ടും. ഇതുപോലെ നമുക്ക് 2-3 ദിവസം ഫ്രിഡ്ജിലും അതുപോലെ ഫ്രീസറിൽ 1 മാസം വരെയും സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതാ അരമണിക്കൂറിന് ശേഷം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ 1-2 ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷേ ഇനി ഇല്ല എന്നെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആദ്യം കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഫസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി കൊടുക്കുക. ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ കറിവേപ്പിലയും അതുപോലെ പച്ചമുളകും ഫ്രൈ ചെയ്തെടുത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുക. ആദ്യം ചിക്കൻ ഇട്ട് കൊടുക്കുന്ന ഒരു 30 സെക്കൻഡ് നമുക്ക് തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ മാത്രം നല്ല എണ്ണ ഒന്നും കുടിക്കാത്ത ചിക്കൻ ഫ്രൈ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് 30 സെക്കൻഡിന് ശേഷം നമുക്ക് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാവുന്നതാണ്. ഒരു ലോ ഫ്ലെയിമിൽ തന്നെ ഇതൊരു 5-6 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. ശേഷം നമുക്കിതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒരു 30 സെക്കൻഡ് നമുക്ക് ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം വേണം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാൻ. നല്ല നമുക്ക് ഉള്ളിൽ നല്ല പോലെ കുക്കായി കിട്ടുകയും അതുപോലെ പുറമെ നല്ല പോലെ ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യുള്ളൂ. അപ്പോൾ ദാ നമ്മുടെ ചിക്കൻ ഫ്രൈ ഓൾമോസ്റ്റ് റെഡി വരുന്നുണ്ട്. അപ്പോൾ നല്ല പോലെ മുരിഞ്ഞ് വരുന്ന ഒരു സമയത്ത് നമുക്കിത് കോരി മാറ്റാം. ഒന്നിലൊരു ചട്ടിയിലോട്ടോ അല്ലെങ്കിൽ ഒരു ഡ്രെയിനറിലോട്ടോ മാറ്റി കൊടുക്കുക. എന്നാൽ അധികം എണ്ണ ഒന്നും കുടിക്കൂല. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ബാക്കിയും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ
ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല മൊരിഞ്ഞ് അതുപോലെ ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. സാധാരണ എപ്പോഴും നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇനിയും ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് കാണാം. അതുവരേക്കും ഇൻഷാല്ലാ ബൈ ഫ്രം നസീസ് ടേസ്റ്റി മീൻസ്.